നമസ്കാരം. അങ്കത്തട്ടിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ചൂട് അധികമാകുന്ന ഓരോ ദിവസവും ചൂട് വർദ്ധിക്കുകയാണ്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്ഥാനാർത്ഥികളെല്ലാം തകർത്ത് പ്രചാരണത്തിലാണ്. വോട്ടർ പട്ടിക വിജ്ഞാപനമൊക്കെ പൂർത്തിയായതിനു ശേഷമുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ആലപ്പുഴയെ BJP പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ്. എ ക്ലാസ്സിലേക്ക് അവർ ആലപ്പുഴയെ ഉയർത്തിയിരിക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? നോക്കാം അങ്കത്തട്ട്. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവവികാസങ്ങൾ എന്ന് നോക്കാം. വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജ്വല്ലേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പ്രാധാന്യത്തോടെ കാണുന്നു. BJP എ ക്ലാസ് പട്ടികയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മത്സരത്തിന് എത്തിയതോടെ BJPയുടെ സ്വീകാര്യത കൂടി എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ആലപ്പുഴയിൽ പ്രചാരണത്തിന് എത്തിയേക്കുമെന്നാണ് അറിയുന്നത്. ചിത്രം മാറി. ശോഭാ സുരേന്ദ്രൻ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ വർഷം ലഭിച്ച 17% ഉയർത്താനാകുമെന്നും ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നു. ശോഭ ആലപ്പുഴയിൽ എത്തിയതോടെ സ്ത്രീ വോട്ടർമാരിൽ BJPയുടെ സ്വാധീനം കൂടി. കാർഷിക മേഖലയിലും യുവാക്കളിലും സ്വാധീനം വർദ്ധിപ്പിച്ചു എന്നാണ് ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. ആലപ്പുഴ എ ക്ലാസ് മണ്ഡല പദവിയിലേക്ക് ഉയർന്നതോടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പ്രചാരണത്തിനായി ആലപ്പുഴയിൽ എത്തുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ച മത്സരം ആലപ്പുഴയിലും പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന നേതൃത്വം പോലും അറിയാതെയാണ് ദേശീയ നേതൃത്വം ആലപ്പുഴയിലെ സാധ്യതകൾ വിലയിരുത്തിയത്. ആലപ്പുഴയിൽ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നും ദേശീയ നേതാക്കൾ വിലയിരുത്തുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് എന്നിവയാണ് നിലവിൽ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ BJP ദേശീയ നേതൃത്വം പരിഗണിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ വേർതിരിച്ചിരിക്കുന്നു BJP. പക്ഷേ എന്തു വന്നാലും ഇവിടെ BJP ജയിക്കാൻ പോകുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. BJP ഒരു സീറ്റിലും വിജയിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെടുകയാണ്. BJPക്ക് 2ാം സ്ഥാനം പോലും കിട്ടില്ല. കാരണം വർഗീയതയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. BJPയെ അധികാരത്തിൽ പുറത്താക്കുക, ഇനിയൊരു അവസരം, തുടർ ഭരണത്തിലുള്ള അവസരം BJPക്ക് ഇല്ലാതിരിക്കുക. ഈ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. കേരളത്തില് 20 മണ്ഡലങ്ങളാണ്. ഒന്നിൽ പോലും BJP ജയിക്കില്ല. മാത്രമല്ല ഈ ഒന്നിലും BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല. ഇതാണ് നാം കാണേണ്ടത്. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന വിവാദമൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്തുണ്ട്. പ്രചരണത്തിൽ ഇതൊക്കെ ഉയർന്നു വരുന്നു, കൂടുതലായി പരാതിയായി നിലനിൽക്കുന്നു ചിലതൊക്കെ. പക്ഷേ വിശദീകരണവുമായി എത്തുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ വിശദീകരണമായി വന്നത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. കോഴിക്കോട് രാജ്യാന്തര സ്റ്റേഡിയം വരുന്നു എന്നത് പുതിയ പ്രഖ്യാപനമല്ലെന്ന് മന്ത്രി ആവർത്തിക്കുന്നു. കായിക മന്ത്രി V അബ്ദുറഹ്മാൻ രാജ്യാന്തര സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം കൊണ്ടുവന്നാണ് മന്ത്രിയുടെ വിശദീകരണം. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന കായിക സംഗമത്തിൽ രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ രാജ്യാന്തര സ്റ്റേഡിയത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നവംബർ 9 കായിക മന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ വിശദീകരണം. ഡിസൈനുകൾ കഴിഞ്ഞു. ഒന്ന് മഞ്ചേരിയിലാണ്, മറ്റൊന്ന് ബേപ്പൂരിലാണ്. 2 പ്രധാനപ്പെട്ട സ്റ്റേഡിയം ഇല്ല. പുതിയത് 25, ഞാൻ പറഞ്ഞല്ലോ 25 ഏക്കർ സ്ഥലത്തിൽ സ്റ്റേഡിയം കഴിച്ചിൽ അവിടെ സ്പോർട്സ് ഇൻഡസ്ട്രി കൂടി ഒരു സ്പോർട്സ് വില്ലേജ് ആക്കി മാറ്റുക. വലിയ എസ്റ്റിമേറ്റാണ്. 60 കോടിയാണ് ആ ഒരു സ്റ്റേഡിയത്തിന് നമ്മൾ ചിലവഴിക്കുന്നത്. ഇവിടെയും അത് തന്നെ മലപ്പുറത്ത് നമ്മൾ ആ രീതിയിലാണ്. മഞ്ചേരിയിലും ഒന്ന്, കോഴിക്കോട്, ബേപ്പൂരിൽ.
കോഴിക്കോട് പുതിയ രാജ്യാന്തര സ്റ്റേഡിയം വരുന്നു എന്നത് പുതിയ പ്രഖ്യാപനമല്ലെന്നും സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുമെന്ന് LDF സർക്കാർ മുന്നേ പറഞ്ഞതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതൊരു പുതിയ പ്രഖ്യാപിച്ച പദ്ധതിയല്ല. ആ പ്രസംഗത്തിൽ തന്നെ ഇതൊരു പുതിയ പ്രഖ്യാപനമല്ല, നേരത്തെ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. കോഴിക്കോട് ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. അത് സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ കാര്യമാണ്. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു. അദ്ദേഹം അത് 2023 നവംബറിൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. എന്നാൽ UDF ഈ വിഷയത്തോട് തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ UDF ഭയക്കുന്നു. ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയെ വിവാദത്തിലാക്കാനുള്ള ശ്രമമാണ് UDFന്റേതെന്നും മന്ത്രി വിമർശിച്ചു. LDF സർക്കാർ കോഴിക്കോടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് LDF സ്ഥാനാർത്ഥി സഖാവ് എളമരം കരീമിന് വോട്ട് അനുകൂലമായി മാറുമെന്നുള്ള ഭയം കോഴിക്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ UDFന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന പ്രശ്നം. കോഴിക്കോട്ടെ MP ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയാനൊന്നുമില്ല എന്ന് കരുതി LDF സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവാദം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? വികസന മുടക്കികളായി കേരളത്തിലെ കോഴിക്കോട്ടെ UDF മാറാൻ വേണ്ടി പാടുണ്ടോ? ഇത് ശരിയല്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. അതേസമയം ചട്ടലംഘനം കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ലഭിച്ചയുടൻ ജില്ലാ കലക്ടറെ നേരിൽ കണ്ട് വിശദീകരണം നൽകിയതാണെന്നും ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം ഇടപെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദൃശ്യങ്ങൾ മായ്പിച്ചെന്ന വിഷയം അറിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ACCയുടെ ഫണ്ട് മരവിപ്പിച്ചിരുന്നു സർക്കാർ. എന്നാലും BJP സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് കൂടുതൽ രംഗത്തെത്തുന്നു. ജനങ്ങളിൽ നിന്നും ബക്കറ്റ് പിരിവിലൂടെ ധനസമാഹരണം നടത്തിയാണ് കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചത്. പാളയം മാർക്കറ്റ് പരിസരത്ത് ആരംഭിച്ച ബക്കറ്റ് പിരിവിനെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വാഗതം ചെയ്തത്. പാളയം മാർക്കറ്റ് പരിസരത്ത് നിന്നാണ് UDF കൺവീനർ MM ഹസന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ബക്കറ്റ് പിരിവ് ആരംഭിച്ചത്. തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോടി രവി തുടങ്ങിയ നേതാക്കളും ഒപ്പം അണിചേർന്നു. ആർക്കും കയ്യിലുള്ള ചെറിയ സംഭാവന പാർട്ടിക്കായി നൽകാം. അത് എത്ര തന്നെ ചെറുതായാലും പാർട്ടി സ്വീകരിക്കും. ജനങ്ങളുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമെന്ന ഫാസിസ്റ്റ് സർക്കാരിനെ ബോധിപ്പിക്കാനാണ് പണപ്പിരിവെന്ന് MM ഹസൻ പറഞ്ഞു. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളിമറ മാർക്കറ്റിൽ വന്നത് പാവപ്പെട്ടവര്, തൊഴിലാളികൾ, അവരുടെ ചില്ലി കാശുകൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. മോഡി സർക്കാർ ഫണ്ട് ഫ്രീസ് ചെയ്താലും ജനങ്ങളുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമെന്ന് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത്. എല്ലാ വാർഡുകളിലും പണപ്പിരിവ് നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ മാസം 10-ാം തീയതിക്കുള്ളിൽ വീടുകളിൽ കയറിയുള്ള ധനസമാഹരണവും പൂർത്തിയാകും. ആദ്യഘട്ട പിരിവിനെ ജനങ്ങൾ സ്വാഗതം ചെയ്തുവെന്നും അവരിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും DCC അധ്യക്ഷൻ പാലോടി രവി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വളരെ പിന്നിലാണ്. പ്രചരണ പരിപാടികൾക്ക് പോലും പണം കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ AICCയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ്. ദേശീയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധി തുറന്നു സമ്മതിച്ചതോടെയാണ് KPCC സ്വന്തം വഴി തേടാൻ തീരുമാനിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിൽ നിന്ന് ഒരാൾ കൂടി മറുകണ്ഠം ചാടി. എന്തായാലും BJPയിലേക്കല്ല CPMയിലേക്കാണ്. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന വെള്ളനാട് ശശി. തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാനാവൂർ നാഗപ്പൻ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. BJPയെ സഹായിക്കുന്ന അടൂർ പ്രകാശിനെ പോലുള്ളവർക്ക് പ്രവർത്തിക്കാനാകില്ല എന്നാണ് വെള്ളനാട് ശശി കുറ്റപ്പെടുത്തുന്നത്. അതേസമയം ശശിയെ പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിച്ചു. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആനാവൂർ നാഗപ്പൻ, ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള ജയൻ ബാബു, A റഹീം MP, G സ്റ്റീഫൻ MLA തുടങ്ങിയവർ ചേർന്നാണ് വെള്ളനാട് ശശിയെ സ്വീകരിച്ചത്. ജയൻ ബാബു പാർട്ടി പതാക കൈമാറി. കോൺഗ്രസ് നേതാക്കളുടെ BJP ബന്ധമാണ് പാർട്ടി വിടാൻ പ്രധാന കാരണമെന്ന് വെള്ളനാട് ശശി ചൂണ്ടിക്കാട്ടി. ഏതു നിമിഷവും BJPക്കൊപ്പം ചേരാൻ നിൽക്കുകയാണ് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് എന്ന് വെള്ളനാട് ശശി ആരോപിച്ചു. BJP ജയിച്ചാലും LDF ജയിക്കരുത് എന്നതാണ് അടൂർ പ്രകാശിന്റെ നിലപാട്. അങ്ങനെ ഒരാളിനൊപ്പം പ്രവർത്തിക്കാനാകില്ലെന്നും ശശി വ്യക്തമാക്കി. അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്ന് സംശയം. CPM ജയിക്കില്ല.
BJP ജയിച്ചാട്ടെന്നുള്ള ഒരു അനുകൂലമായ ഒരു ചിന്താഗതി അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് യോജിപ്പില്ല. ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി വി ജോയിയെ വിജയിപ്പിക്കുന്നതിനായി താൻ സജീവമായി രംഗത്തിറങ്ങുമെന്ന് ശശി പറഞ്ഞു. അതേസമയം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ തുടർന്ന് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി DCC വാർത്താക്കുറിപ്പിറക്കി. എന്നാൽ ആരോപണം തെളിയിക്കാൻ DCC പ്രസിഡന്റ് തയ്യാറാകണമെന്ന് വെള്ളനാട് ശശി വെല്ലുവിളിച്ചു. അഴിമതിക്കാരനായ ഈ പാർട്ടിയെ, കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ വെള്ളനാട് സർവീസ് ബാങ്കിൽ അന്വേഷണം അഴിമതിയാണെന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. അഴിമതി ഉണ്ടെങ്കിൽ ഈ ആള് തെളിയിക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഞാൻ ശക്തമായ കേസ് കൊടുത്ത് മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ 45 വർഷമായി ജില്ലാ പഞ്ചായത്തിലടക്കം കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു വരുന്നയാളാണ് വെള്ളനാട് ശശി. ഈ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചൊഴിഞ്ഞ ശേഷമാണ് CPM-നൊപ്പം ചേർന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാവുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അങ്കത്തട്ടിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അങ്കത്തട്ട് തുടരുന്നു. മധ്യ കേരളത്തിലേക്ക് പോകാം. കോട്ടയത്ത് വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അവിടെ വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ നേർക്കുനേർ പോരാടുന്നു എന്നതാണ് ഇത്തവണത്തെ കോട്ടയത്തിന്റെ പ്രത്യേകത. ആരാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കാൻ നടക്കുന്ന പോരാട്ടത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ നിരവധിയാണ്. കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണെന്ന് പറയുമ്പോഴും ആർക്കും തീരെഴുതി കൊടുക്കാത്തതാണ് കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സ്. ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ നേടിയിട്ടുള്ള വിജയങ്ങൾ തന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കോട്ടയത്തിനുള്ളത് തികഞ്ഞ രാഷ്ട്രീയ ബോധ്യങ്ങളാണ്. 1977 തുടങ്ങുന്നു കോട്ടയത്തിന്റെ ചരിത്രം. കേരള കോൺഗ്രസുകാരനായ സ്കറിയ തോമസിനെ ആദ്യ 2 തവണയും ലോക്സഭയിലേക്ക് എത്തിച്ചു കോട്ടയംകാർ. എന്നാൽ പ്രവചനാതീതമായ മണ്ഡലമായി കോട്ടയം മാറിയത് 1984 മുതൽ. വീശിയടിച്ച ഇന്ദിരാ തരംഗത്തിലും ഇടതുപക്ഷം വിജയിച്ചു കയറിയത് സുരേഷ് കുറുപ്പ് എന്ന യുവ നേതാവിലൂടെ. അന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണ തന്ത്രങ്ങൾ UDF-ന്റെ കോട്ട തച്ച് തകർത്തു. എന്നാൽ പിന്നീട് രമേശ് ചെന്നിത്തല എന്ന യുവ നേതാവിനെ കൊണ്ടുവന്ന് മണ്ഡലം തിരിച്ചുപിടിച്ചു UDF. 89, 91, 96 തെരഞ്ഞെടുപ്പുകളിൽ UDF-ന്റേത് ആധികാരിക വിജയം ചെന്നിത്തലയിലൂടെ. എന്നാൽ വീണ്ടും സുരേഷ് കുറുപ്പ് തന്നെ കളത്തിലിറങ്ങി. മണ്ഡലം വീണ്ടും ഇടത്തേക്ക്. 98-ലും 99-ലും 2004-ലും സുരേഷ് കുറുപ്പ് കോട്ടയത്തെ കോട്ട കെട്ടിക്കാത്തു. 2009-ൽ ജോസ് കെ മാണി UDF-ന് വേണ്ടി മണ്ഡലം തിരിച്ചു പിടിച്ചു. 2014-ലും ഇത് ആവർത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നത്. KM മാണിയുടെ മരണശേഷം ജോസ് കെ മാണി വിഭാഗം LDF-നൊപ്പം ചേർന്നു. അങ്ങനെ 2019-ൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ തോമസ് ചാഴികാടൻ ഇത്തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. MP എന്ന നിലയിലെ പ്രവർത്തനവും വേഗത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ചാഴികാടന്റെയും LDF-ന്റെയും പ്രതീക്ഷ. PJ ജോസഫ് തന്നെയാണ് മറുപക്ഷത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. കോട്ടയത്ത് ജോസ് കെ മാണിയെയും കൂട്ടരെയും പിടിച്ചുകെട്ടാൻ UDF ഇറക്കിയത് കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് KM ജോർജിന്റെ മകനെ തന്നെ. ഇടുക്കിയിൽ നിന്നും കോട്ടയത്തേക്ക് എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഫ്രാൻസിസ് ജോർജിന് പ്രതീക്ഷിക്കാനില്ല. NDA സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തിയിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. BDJS-ന് സീറ്റ് ലഭിച്ചതോടെ കോട്ടയത്തെ പോരാട്ടത്തിന് ഘടകപൂരത്തിന്റെ ആവേശമാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് മണ്ഡലത്തിൽ ഏറെയും ചർച്ച ചെയ്യപ്പെടുന്നത്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ്. ഇത് 3 മുന്നണികൾക്കും വെല്ലുവിളി തന്നെ. മത സാമുദായിക സംഘടനകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ എടുക്കുന്ന നിലപാടുകൾ വിധിയിൽ നിർണായകമാവുകയും ചെയ്യും. ഉറപ്പിച്ചു പറയാം, മീനച്ചിലാർ പോലെ തന്നെയാണ് കോട്ടയം മണ്ഡലം. ശാന്തമായി ഒഴുകുന്നുവെന്ന് അകലെ നിന്ന് തോന്നുമെങ്കിലും അടിയൊഴുക്ക് ആ ദൂരക്കാഴ്ചയിൽ വ്യക്തമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ അസാധ്യമാണ്. എബിജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കോട്ടയം. ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർന്നു കേൾക്കുന്ന ചില സ്വരങ്ങൾ
ഉണ്ട്. ഇടതുപക്ഷം തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് അക്രമം അഴിച്ചുവിടുന്നതെന്ന് അച്ചു ഉമ്മൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ്. തലമൂത്ത സഖാക്കളുടെ മുഖമുദ്ര തന്നെ അക്രമ രാഷ്ട്രീയമാണ്. അതിന്റെ അവസാന ഇരയാണ് സിദ്ധാർത്ഥൻ. അക്രമ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷത്തിന് ലൈസൻസ് ആരാണ് നൽകിയതെന്നും അച്ചു ഉമ്മൻ ചോദിക്കുന്നു. മരണപ്പെട്ട ആളോട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ തോൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ ഈ അക്രമം അഴിച്ചുവിടുന്നത്. എത്ര നാൾ ഈ കേരള ജനത നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? ഈ കൊലപാതക രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? അക്രമ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്ന മുഖം ആരുടെയാണ്? 51 വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരന്റെ മുഖമാണ്. അവിടെ കൊണ്ട് തീർന്നോ നിങ്ങളുടെ കൊലവെറി? ഷുഹൈബിന്റെ കൊലപാതകം ഓർമ്മയില്ലേ? കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്ന അരിയിൽ ഷുക്കൂറിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ആൾക്കൂട്ട വിചാരണയുടെ പരമ്പരയാണ് ഇങ്ങ് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ഇവർക്കാരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? തലമൂത്ത സഖാക്കന്മാരൊന്നും മാറാം എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം അവരുടെ മുഖമുദ്ര തന്നെ അക്രമ രാഷ്ട്രീയമാണ്. പക്ഷെ ഈ കുട്ടി സഖാക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ നാളെ ഇവരുടെ കയ്യിലേക്കാണ് കേരളത്തിന്റെ ഭാവി വന്നു ചേരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് അച്ചു ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ് ചാണ്ടി കുടുംബം. പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ, മകൾ അച്ചു ഉമ്മൻ എന്നിവരെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രചരണത്തിൽ ചാണ്ടി ഉമ്മനൊപ്പം അമ്മ മറിയാമ്മ ഉമ്മനും ഉണ്ടായിരുന്നു. കുളനടയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മറിയാമ്മ ഉമ്മൻ. കോൺഗ്രസിന്റെ ചരിത്രം ഇന്ത്യയെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ച ചരിത്രമാണെന്നും കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നും മറിയാമ്മ പറഞ്ഞു. കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കണമെന്നും പ്രധാനമന്ത്രി പദം താളത്തിൽ വെച്ചു നീട്ടിയിട്ടും സ്വീകരിക്കാത്ത ആളാണ് സോണിയാഗാന്ധിയെന്നും മറിയാമ്മ കൂട്ടിച്ചേർത്തു. സത്യങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വളച്ചൊടയ്ക്കപ്പെട്ട സത്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിവേകപൂർവം അതിന്മേലൊരു ചിന്തിച്ച് നമ്മുടെ രാജ്യത്തിന് ഏതാണ് നല്ലത്, ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ജനാധിപത്യം ഏതാണ് നല്ലത് എന്ന് തീരുമാനം എടുക്കണമേ എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ഇതൊരു യുദ്ധമാണ്. ജനാധിപത്യം ഏകാധിപത്യം തമ്മിലുള്ള യുദ്ധം, സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം, നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധം, ഹിംസയും അഹിംസയും തമ്മിലുള്ള യുദ്ധം. നീതി ന്യായ ധർമ്മം ജയിച്ചേ പറ്റൂ, അത് ജയിക്കുക തന്നെ ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ BJPയിൽ പോകാൻ കഴിയില്ലെന്നും അനിൽ ആന്റണിയോട് എതിർപ്പില്ലെന്നും മറിയാമ്മ ഉമ്മൻ ആവർത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് കൊക്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ BJP പോകാൻ പറ്റുമോ? നിങ്ങൾ പറ. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അനിൽ K. ആന്റണിക്കെതിരെ സംസാരിക്കുവാനല്ല താൻ എത്തിയത്. അനിൽ മകനെ പോലെയാണെന്നും അനിൽ ചേർന്ന പ്രസ്ഥാനത്തോട് മാത്രമാണ് എതിർപ്പെന്നും അവർ വ്യക്തമാക്കി. മുൻ MLA ശിവദാസൻ നായർ, DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. 100 കണക്കിന് പ്രവർത്തകരാണ് കുടുംബയോഗത്തിലെത്തിയത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. നന്മ മനസ്സിലാക്കി സത്യത്തിന് ജനങ്ങൾ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം കേരള വിഷനോട് പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ 2 അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനാണ് നമ്മോടൊപ്പം ഉള്ളത്. 100-ൽ 100 മാർക്ക് എന്നുള്ള ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടാണ് ആളുകളെ അഭിമുഖീകരിക്കാൻ വേണ്ടി എത്തുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആളുകളെ കാണുമ്പോൾ ഉള്ളവരുടെ പ്രതികരണം, അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സ്വീകാര്യത എങ്ങനെയൊക്കെയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഞാനിതിപ്പോൾ 8ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. ഞാൻ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ രംഗത്ത് വന്ന ആളാണ്. വളരെ പ്രത്യേകമായ സാഹചര്യം, അതെല്ലാവർക്കും അറിയാം. എൻ്റെ സഹോദരൻ്റെ വേർപാടിന് ശേഷം മാണി സാറ് രാഷ്ട്രീയത്തിൽ വരാൻ പറഞ്ഞ ആളാണ് ഞാൻ. ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ കാര്യങ്ങൾ പറയാറുള്ളൂ, ആത്മാർത്ഥമായിട്ട് മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. എൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷവും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച മെച്ചപ്പെട്ട ഭൂരിപക്ഷങ്ങളും. 91 മുതൽ ഇപ്പോൾ വരെ ഇത് എൻ്റെ 8ാമത്തെ പൊതു തെരഞ്ഞെടുപ്പാണ്. ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അലോട്ട് ചെയ്യുന്ന ചിഹ്നം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആളാണ്. കഴിഞ്ഞ 7 തെരഞ്ഞെടുപ്പുകളിലും ഞാൻ ഒരൊറ്റ ചിഹ്നത്തിലേ മത്സരിച്ചിട്ടുള്ളൂ. ബഹുമാനായ ശ്രീ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഞാൻ അംഗമായിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളവരാണോ മറ്റുള്ളവരെന്ന് ആലോചിച്ച് നോക്കണം. മറ്റുള്ളവർക്കൊക്കെ ഇനി അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനമനുസരിച്ച് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. 100% MP ഫണ്ട് വിനിയോഗിച്ച ഒരാളെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. 100% MP ഫണ്ട് വിനിയോഗിച്ചു എന്നത് മാത്രമല്ല, അത് 100% MP ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം എൻ്റെ വെബ്സൈറ്റ് ഞാൻ പരിശോധിച്ചു. എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് 0 എന്ന് പറഞ്ഞാൽ എനിക്ക് അനുവദിച്ച് കിട്ടിയ 16,80,00,000 രൂപയും ജനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ പ്രോജക്റ്റുകൾക്കായി ഞാൻ വിനിയോഗിച്ചു. അങ്ങനെ ആർക്കും കേരളത്തിൽ പറയാൻ കഴിയില്ല. എനിക്കിന്ന് അഭിമാനമുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച സേവനം കൊടുക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രമായി കോട്ടയത്തെ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിയ എന്നോട് നാട്ടിലെ ജനങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ 91 മുതലുള്ള എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ജനങ്ങൾ ഞാൻ സത്യസന്ധമായി പറയുന്ന കാര്യങ്ങൾ, ആത്മാർത്ഥമായി ചെയ്ത കാര്യങ്ങൾ എന്നും അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിലും എനിക്ക് നിശ്ചയമായും ലഭിക്കും. ഞാൻ LDFിലാണോ UDFിലാണോ എന്നത് ഒരു വലിയ കാര്യമായി ജനങ്ങൾ പരിഗണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ എണ്ണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ലിസ്റ്റ് ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ തോമസ് ചാഴികാടൻ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. എന്തായാലും പ്രചാരണത്തിൻ്റെ തിരക്ക് തന്നെയാണ്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കോട്ടയം. വളരെ ശക്തമായ ഡയലോഗുകളാണ് തെരഞ്ഞെടുപ്പിനെ കൂടുതൽ വീറുറ്റതാക്കുന്നത്. വോട്ട് പഞ്ച്. KM ഷാജിയാണ് രംഗത്ത്. അദ്ദേഹം പറയുന്നു, തെരഞ്ഞെടുപ്പിൽ CPMന് പറ്റിയ ചിഹ്നം ബോംബ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടേതാണ് ഈ വാക്കുകൾ. വടകരയിലുണ്ടായ വിഭ്രാന്തിയാണ് ബോംബുണ്ടാക്കാൻ CPMനെ പ്രേരിപ്പിച്ചത്. പച്ച കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നവരാണ് CPM. SDPI വോട്ട് തന്റെ പെട്ടിയിൽ വീണാൽ പോലും അതിനെ വെറുക്കപ്പെട്ടതായി കാണുമെന്നും ഷാജി പറഞ്ഞു. വടകരയിലുണ്ടായിട്ടുള്ള ഒരു വിഭ്രാന്തിയുണ്ട്. അവരുടെ ഒരു ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനാണ് അവിടെ ഒരു വെച്ചിരിക്കുന്നത്. അത് തകർന്നു പോകുമെന്നുള്ള ഭയം, ആ ഭയമാണ് അവരിപ്പം ബോംബുണ്ടാകും. ഭയം എന്നാലും നമ്മളെന്താ ചെയ്യുക, പരമാവധി വീടുകൾ കയറി ഇറങ്ങിയിട്ട് എങ്ങനെ വോട്ടുണ്ടാക്കാൻ നോക്കുന്നതിന് പകരം അവർ പരമാവധി എത്ര ബോംബുണ്ടാക്കാൻ പറ്റുന്നതാണ് അവർ നോക്കുന്നത്. അതായത് വ്യത്യാസം. സത്യത്തിൽ ഈ പച്ച കാണുമ്പോൾ നമുക്കതൊരു കളറാണ്, ചുവപ്പ് കാണുമ്പോഴും നമുക്കൊരു കളറാണ്. എല്ലാവർക്കും അതൊരു കളറാണ്, ചുവപ്പ്, പച്ച, കറുപ്പ്. എന്നാൽ ഇവർക്ക് ഈ പച്ച ഒരുതരം ഭ്രാന്താണ്, എന്ന് വെച്ചാൽ വർഗീയ ഭ്രാന്താണ്.
പച്ച ബോർഡ് പാടില്ല എന്ന് കേരളത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. നമ്മൾ ആളുകൾ പറയലുണ്ട്, പണ്ട് തമാശാക്കിയിട്ട് പറയലുണ്ട്, പിന്നെ ബത്തൊക്കെ മുറിച്ചപ്പോൾ അതിനടിയിൽ ഇപ്പോൾ ചോപ്പായതുകൊണ്ട് ലീഗുകാർ തിന്നില്ല എന്ന് അറിയലുണ്ട്. ഒരു തമാശ പറയാറുണ്ട് ആ അർത്ഥത്തിൽ. ഈ തരം ഭ്രാന്ത് പച്ച ബോർഡ് കണ്ടാൽ ഇൻ്റർനാഷണൽ കളറാണ് സ്കൂളുകളിലെ, ക്യാമ്പസുകളിലെ, യൂണിവേഴ്സിറ്റികളിലെ കളറാണ്. അത് പാടില്ല എന്ന് പറഞ്ഞ് പച്ച ബ്ലൗസ് പറ്റൂല. കെ എം ഷാജി ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും അങ്കത്തട്ടിൻ്റെ സമയം അവസാനിക്കുന്നു. നമസ്കാരം.